റോജ, തൃശൂർ പോട്ടയിലെ ബാങ്ക് കവർച്ചയിൽ പിടിയിലായ പ്രതിയുടെ സാമ്പത്തിക നിലവാരവും സാമൂഹിക നിലവാരവും ഉയർന്നതാണ്. പിടിക്കപ്പെടില്ല എന്ന് കരുതിയാണോ ഈ ഒരു ക്രൈമിലേക്ക് അയാൾ എത്തിയത്? ഈ പോട്ടയിലെ ഫെഡറൽ ബാങ്കിൽ മോഷണം നടത്തിയ റിജു ആൻ്റണിയുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു അപ്പർ മിഡിൽ ക്ലാസ്, അതായത് സാധാരണ ഇടത്തരം കുടുംബങ്ങളിൽ നിന്ന് അല്പം കൂടി ഉയർന്ന സാമ്പത്തിക നിലവാരവും സാമൂഹിക ചുറ്റുപാടുകളുമുള്ള ഒരു വീട്ടിലെ കുടുംബനാഥനാണ് ഈ 48 വയസ്സുള്ള ഈ റിജു ആൻ്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ കരുതി ഈ ഒരു ധാരാളിത്തമുള്ള ജീവിതമായിരുന്നു, ആഡംബര ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ഗൾഫിലായിരുന്നു കുറേ കാലം. കോവിഡ് വന്ന സമയത്ത് നാട്ടിൽ വന്ന് വരികയും ഇവിടെ പിന്നെ തിരിച്ചു പോകാൻ കഴിയാതെ 2 മക്കളുമൊത്ത് ഇവിടെ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബനാഥനാണ്. ആ ഭാര്യ ഇപ്പോൾ ഗൾഫിൽ തന്നെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ അവരുടെ നല്ല വരുമാനമുണ്ട്. ആ പണം കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിക്കുകയും അതിനിപ്പം സുഹൃത്തുക്കളോടൊപ്പം ജീവിതം അർമാദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇടത്തരത്തിൽ കൂടുതലായിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാടും അതിനനുസരിച്ചുള്ള ബന്ധുബലവും നല്ല ഭൂസ്വത്വമൊക്കെ ഉള്ള ഒരാളാണ് ഈ റിജു ആൻ്റണി എന്ന് പറയുന്ന ഒരാൾ. ഭാര്യ ഏപ്രിൽ മാസത്തിൽ വരുന്നു. വരുത്തി വെച്ച കടം അല്ലെങ്കിൽ പണം എങ്ങനെ ചെലവഴിച്ചു, അത് ധൂർത്തടിച്ചു എന്നുള്ളത് ഭാര്യയുടെ മുമ്പിൽ പറയാൻ ഉള്ള ഭയം കൊണ്ട് സ്വാഭാവികമായ, കാരണം ഇത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബത്തിലെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയോ ഒന്നും അല്ല ഇത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ രീതിയിലുള്ള ജീവിതം ധൂർത്തടിക്കുന്ന ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പം നാച്ചുറലി ഏതൊരു ഭാര്യയും അത് ചോദിക്കും, വഴക്കാകുമോ എന്നൊക്കെയുള്ള ഒരു ഉൾഭയം കൊണ്ടാണ് ഈ പണം സമ്പാദിക്കാനായിട്ട് അല്ലെങ്കിൽ മോഷണത്തിന് വേണ്ടി ഇറങ്ങിയത്. ഏതൊരു കള്ളനും ഒരു മോഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഏതൊരാൾക്കും തോന്നുന്നത് ഞാൻ ചെയ്തതെല്ലാം പെർഫെക്റ്റാണ്, തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ പോകുന്നു എന്ന് വിചാരിക്കുകയാണ് എല്ലാ മനുഷ്യൻ്റെയും ഒരു ക്രിമിനൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ എല്ലാ തരത്തിലും മുൻകരുതലുകൾ എടുത്തിട്ടാണ് അയാൾ ഈ മോഷണത്തിന് ഇറങ്ങി. അതായത് ഫോൺ എടുക്കുന്നില്ല, അവിടെ വന്ന് പിന്നെ അദ്ദേഹം ഈ ഹിന്ദിയിൽ സംസാരിക്കുന്നു, കഴിയുന്നിടത്തോളം CCTV ക്യാമറകളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകാനുള്ള ശ്രമങ്ങൾ, പലതരത്തിലുള്ള വേഷങ്ങൾ ധരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സേഫ് ഗാർഡായിട്ട് പോയി എന്ന് കരുതി ഈ മോഷണം നടത്തി പിന്നെ വീട്ടിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അയാൾ പോലീസ് അയാളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞൊരു മൊഴിയുണ്ട്. കൂടുതൽ 45 ലക്ഷം രൂപയോളം ആ ട്രേയിലുണ്ടായിട്ട് എന്താ നിങ്ങൾ എത്ര എടുത്ത്, എനിക്ക് അത്രയുമേ പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള മട്ടിലാണ് പുള്ളി അതിനെ. അപ്പം വേണ്ട പൈസ 15 ലക്ഷത്തിൻ്റെ കടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയുമാണ് കയ്യിലിരുന്ന് ചിലവായി പോയത്, അതിൻ്റെ പൈസ അതിൻ്റെ കടം ഭാര്യ ചോദിക്കുമെന്നുള്ള വെപ്രാളത്തിൽ ഇത് ചെയ്തു കൂട്ടി. എന്നിട്ട് എന്താണ്, വീട്ടിൽ വന്ന് കാത്തിരിക്കുകയാണ്. 2,90,000 രൂപ ഒരു കടക്കാരൻ്റെ കൊടുത്ത് തീർത്തു. ബാക്കി 10,000 രൂപയ്ക്ക് മദ്യം വാങ്ങിച്ച് വെള്ളം അടിച്ച് ചിക്കനും മേടിച്ച് തിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ എന്താണ്, പോലീസ് ഒരു തരത്തിലും വരത്തില്ല. കാരണം ആ ദിവസങ്ങളിലൊക്കെയുള്ള ചാനലുകളിലെ വാർത്ത എന്തായിരുന്നു, പോലീസിന് അന്വേഷണം വഴിമുട്ടി, എങ്ങ് എത്തി നിൽക്കുന്നില്ല. ഇതെല്ലാം പുള്ളി കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വയം ഒരു മിടുക്കനായിട്ട് ചമഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞായറാഴ്ച അവരുടെ വീട്ടിൽ നടന്ന കുടുംബ സംഗമത്തിൽ പോലും പള്ളിയിൽ അച്ഛൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരു കാരണവശാലും അവനെ പിടിക്കാനൊന്നും പോകുന്നില്ല, അവനോട് കാട്ടിലാണെന്നൊക്കെ പുള്ളി ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞത്. കാരണം അത് ഈ നമ്മൾ സിനിമ ഡയലോഗ് പറയത്തില്ല, ആത്മവിശ്വാസം കൂടുമ്പോൾ ആൾക്കാർ പലതും ചെയ്യുമെന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് പെട്ടുപോയത്. ഇതിപ്പോൾ റിനോ പെട്ടു, പുള്ളി അറസ്റ്റിലായി, എല്ലാം ചെയ്തു. പക്ഷെ ഇതിൽ ഇനി സാമൂഹ്യമായിട്ട് ഇനി ഇതിന്റെ ദുരന്തം മൊത്തം അനുഭവിക്കേണ്ടി വരുന്നത് ഇയാളുടെ ഭാര്യയും 2 മക്കളുമാണ്. സ്കൂളിൽ പഠിക്കുന്ന 2 മക്കളും ഭാര്യയാണ്. ഇതിന്റെ ഒരു ഇതൊന്നും ഈ നമ്മൾ കാണുന്നത് അയാളൊരു മോഷണം നടത്തി അയാൾ പിടിക്കപ്പെട്ടു എന്നതൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തായിട്ടുള്ള വലിയൊരു സാമൂഹ്യ ദുരന്തമാണ് ആ കുടുംബം അനുഭവിക്കുന്നത്. ഒരു കൊലപാതകം നടന്നതുപോലെയോ പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ നടന്നുപോയൊരു കൊലപാതകം പോലെയോ അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നതുപോലെയല്ല നമ്മുടെ സമൂഹം ഒരു മോഷണം നടത്തിയ, അത് ഇടത്തരക്കാരനായ അയാളൊരു പ്രൊഫഷണൽ മോഷ്ടാവല്ല. അയാൾ ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ഭാര്യയോടുള്ള അമിതമായ ഭയം ബഹുമാനം കൊണ്ടൊക്കെ സംഭവിച്ചു പോയ സാധനം. പക്ഷേ ഇതിൻ്റെ ഒരു അപകടമെന്ന് പറയുന്നത് ആ കുടുംബം നേരിടുന്ന ഇനി ഒരു തരത്തിലുള്ള നാണക്കേട് മാനക്കേട്. കാരണം നമ്മുടെ സൊസൈറ്റി വളരെ ക്ലോസ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. ആ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ 100 പേര് നിങ്ങളെ സംശയത്തോടു കൂടിയും പരിഹാസത്തോടു കൂടിയും ഒക്കെ തന്നെ കാണും. കാരണം അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അതിജീവിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. എന്തൊക്കെ പറഞ്ഞാലും
ആ കുഞ്ഞുങ്ങളാണ് ഏറ്റവും വലിയ പീഡനം. ഭാര്യ ഒന്നും അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേലും ജീവിക്കുന്നു, അവരെ പെട്ടെന്നൊന്നും ഇത് അറിഞ്ഞുപോയിട്ട് അവരുടെ സൊസൈറ്റി വളരെ ചുരുങ്ങിയൊരു സൊസൈറ്റി. കാരണം അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തും മറ്റിടത്തും മാത്രം അവർക്ക് ആൾക്കാരെ ഫേസ് ചെയ്താൽ മതി. പക്ഷേ ഈ കുഞ്ഞുങ്ങളതല്ല, 8 അല്ലെ 10 12 വയസ്സ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളാണ് ഈ സമൂഹത്തിൽ ഇനി ഇറങ്ങി നടക്കുക. അവരുടെ ജീവിതം മുഴുവൻ ഇനിയും ഈ ഒരു നിഴലിലായിരിക്കാം അവരെ വിലയിരുത്തപ്പെടുകയും അവർക്ക് അതിൻ്റെ ഒരു കോംപ്ലക്സ്, അതിൻ്റെ ഒരു വല്ലാത്ത നാണക്കേട് മാനക്കേട് ആ കുഞ്ഞുങ്ങളായിരിക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പീഡനം അനുഭവിക്കുന്നത്. കാരണം അവരെ പൊതുസമൂഹം ഒരു കള്ളൻ്റെ മക്കളായിട്ടായിരിക്കാം കാണുന്നത്. അതാണ് ആ കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു ഭീകരമായ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴോ പൊതുസമൂഹത്തിലേക്ക് കളിക്കാൻ ഇറങ്ങുമ്പോഴോ ഒക്കെ തന്നെ കുട്ടികളല്ലേ, അവർ ഇതൊക്കെ പറഞ്ഞ് ആവർത്തിക്കും ചിലപ്പം, ഇല്ലേ, എന്തൊക്കെ പറഞ്ഞാൽ എടാ മിണ്ടായിരടാ, അല്ലെ നീ കള്ളൻ്റെ മോനല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അവരെ പരിഹസിക്കാൻ ശ്രമിക്കും. അത് അവർക്കുണ്ടാക്കുന്ന ഷോക്ക് വളരെ ആയിരിക്കും. അതുമല്ല, ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ഈ ലോകത്ത് ഈ വന്ന വാർത്തകൾ മുഴുവൻ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇത് പരന്നു നടക്കുകയാണ്. ഇത് ഏത് സമയത്തും നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ശത്രുക്കളായാലും മിത്രങ്ങളായാലും ബന്ധുക്കളായാലും ഒക്കെ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, നീയും അതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പരിഹാസം, ഈ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ആ കുഞ്ഞുങ്ങളാണ് ഇനി ഭാവിയിൽ നേരിടാൻ. ഇനി അയാളെ കേസിൽ നിന്ന് വെറുതെ വിട്ടെന്ന് വിചാരിച്ചു, എന്നാൽ പോലും ഇത് അവരുടെ മുന്നിൽ, ആ കുടുംബത്തിന് മുന്നിൽ വലിയൊരു കരുനിഴലായിട്ട് തന്നെ നിൽക്കും. നമ്മൾ ആ അവസ്ഥ കാണാതെ പോകരുത്. അയാൾ ചെയ്തൊരു പാതകത്തിൻ്റെ യഥാർത്ഥ ശിക്ഷ അനുഭവിക്കുന്നത് ആ കുടുംബമാണ്, ആ ഭാര്യയും ആ 2 മക്കളുമാണ്. ബാക്കി എല്ലാവർക്കും പല കാരണങ്ങൾ കൊണ്ട് പറഞ്ഞേക്കാം, അവനെ വേണേൽ തള്ളി പറയാം. പക്ഷേ ഇവർക്ക് തള്ളി പറയാൻ പെട്ടെന്നൊന്നും കഴിഞ്ഞെന്ന് വരത്തില്ല. അത് ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക സമ്മർദ്ദങ്ങൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിട്ടാണ്. ഇപ്പോൾ കൊള്ള മുതൽ പോലീസ് ഓൾമോസ്റ്റ് എല്ലാം 10,000 രൂപ ഒഴിച്ച് ബാക്കി മുഴുവൻ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും 15 ലക്ഷത്തിൻ്റെ ഒരു 10,000 മടങ്ങ് നാണക്കേടും മാനക്കേടുമാണ് ആ കുടുംബത്തിൻ്റെ മേൽ വന്ന് പതിച്ചിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ സമൂഹം അവരോട് അല്പമെങ്കിലും ദയ കാണിക്കണം. ഇത് പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ അധ്യാപകരായാലും അവരുടെ കൂട്ടുകാരായാലും പൊതുസമൂഹമായാലും അവർ കൂടി നടക്കുന്ന പള്ളി അല്ലെങ്കിൽ മറ്റ് ഇതുപോലുള്ള സാമൂഹിക സംഘടനകളൊക്കെ തന്നെ അവരോട് അല്പമെങ്കിലും കരുണ കാണിക്കണം. കരുണ കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ വേറെ 2 ക്രിമിനലുകളെ കൂടെ സൃഷ്ടിക്കുന്നതായിരിക്കാം. ഇതുണ്ടാക്കുന്ന ഷോക്ക് ആ കുഞ്ഞുങ്ങളെ ഏത് തരത്തിലാണ് ബാധിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം ഈ പരിഹാസം കൂടുമ്പോഴാണ് മനുഷ്യൻ പല ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അത് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലത്. ഈ ഒരു കേസിൽ ഇതിലിപ്പോ പ്രതി പോലീസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ ഏത് ജീവനക്കാരനോ ഒന്ന് എതിർത്തിരുന്നെങ്കിൽ ഞാൻ ഈ കൊള്ളയിൽ നിന്ന് പിന്മാറും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിലെ ഒരു ബാങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലല്ല, ലോകത്തെ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ബാങ്ക് കൊള്ള ഒരുപാട് നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഒരു ബാങ്കിലെ സുരക്ഷ എന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി അയാൾ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അയാൾ ഉയർത്തിയത്. അതായത് ഒരു തരത്തിലും ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ 2 ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. നമ്മൾ ആ CCTV ക്യാമറ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരങ്ങ് സ്വയം കീഴടങ്ങുകയാണ്. പിന്നെ അതിലേക്കാൾ ഉപരി ആ ബാങ്കിനകത്ത് ഒരു അലാം സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ ആ തരം സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞൊരു ചോദ്യം വളരെ സീരിയസ് ആയ ഒരു ചോദ്യമാണ്. വളരെ കാരണം എന്തുകൊണ്ടാണ് മനുഷ്യൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ? അതിനൊരു കാരണമെന്ന് ഞാൻ കരുതുന്നത് ഈ മനുഷ്യന് സഹജമായ തരത്തിലുള്ള ചില ഈ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്ന് പറയും, പെട്ടെന്ന് ചില കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ളൊരു ശേഷി, അത് പലപ്പോഴും മലയാളികൾക്ക് വളരെ കുറവായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം ഇത്തരം സ്വതസിദ്ധമായ സ്വഭാവം എന്താണെന്നറിയാം, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല, ഞാൻ എന്തിനാണ് പോയി ഇതിനകത്ത് തലവെക്കുന്നത് എന്നൊരു തോന്നലുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലായാലും സാധാരണക്കാരുടെ ഇടയിൽ. അതുകൊണ്ടാണല്ലോ ഈ നമ്മുടെ ട്രെയിനിൽ പൊതു ഇടങ്ങളിലൊക്കെ പല സ്ത്രീകളെ ഉപദ്രവിക്കുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ ആൾക്കാർ ആരും അതിനെ ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ എല്ലാവരും സ്വാർത്ഥ മനസ്സോടുകൂടി ഒഴിഞ്ഞു പോവുകയാണ്. ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണിത്. ബാങ്കിനകത്ത് നടന്ന ഈ സംഭവത്തിനകത്ത് അയാൾ പറഞ്ഞത് ശരിയാണ്, ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള എതിർപ്പ് പോലും ഇല്ല. അവർ 2 പേരുണ്ട്, ഇയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ, എന്തുകൊണ്ടൊന്ന് എതിർക്കാൻ പോലും ശ്രമിച്ചില്ല എന്നുള്ള ന്യായമായ ചോദ്യം. ഒരുപക്ഷെ ആ സമയത്ത് ഇതുകൊണ്ട് അവർ ഭയന്നു പോയതായിരിക്കാം ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ പല പ്രശ്നങ്ങളോടും നമ്മളുടെ സമീപനമാണ് പ്രശ്നം. നമ്മളെ ബാധിക്കാത്ത ഒരു കാര്യത്തിനകത്ത് നമ്മൾ തലവെക്കത്തില്ല, പേടിച്ചങ്ങ് മാറിയിരിക്കും. അതിനകത്തോട്ട് മറ്റേ ബാത്റൂമിലോട്ട് കയറാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കയറി അങ്ങ് പോവുകയാണ്. ഒരു തരത്തിലെല്ലാം അയാളോടൊന്ന് പ്രതികരിക്കാനോ ഒന്നും അവർ തയ്യാറാവുന്നില്ല, ഒരു തരത്തിലും ഒന്നും. അല്ലെങ്കിൽ ആ ബഹളം ഉണ്ടാക്കാൻ പോലും അവർ തയ്യാറായില്ല. ബാങ്കിൻ്റെ അകത്തോട്ട് വന്ന് ഇങ്ങനൊരു ഒരു കവർച്ചക്കാരൻ വന്നിട്ട് ഒരു ബഹളം ഉണ്ടാക്കാനോ ഒന്നും അവർ ശ്രമിച്ചില്ല. അപ്പം അതാണ് അയാൾ പറഞ്ഞത്, എനിക്ക് വളരെ സുഖകരമായ രീതിയിൽ മോഷണം നടത്തി ഇറങ്ങി പോകാനായിട്ട് കഴിഞ്ഞു.
അതാണ് അതിൻ്റെ ഒരു പ്രധാന വശം. പിന്നെ ബാങ്കുകളിൽ ഈ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗം ഇപ്പം നമ്മൾ നോക്കിയാൽ ആദ്യകാലങ്ങളിലൊക്കെ ATM-ൻ്റെ വാതിക്കൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരിടത്തും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാനില്ല. കാരണം ഇതെല്ലാം ചെലവ് കുറയ്ക്കലിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് ഇതെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ പലയിടത്തും ഉണ്ടായിരുന്ന ATM-കൾ പലതും ഇപ്പം ഈ ഡിജിറ്റൽ മണി വന്നതോടുകൂടി അത് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ATM-കൾക്കൊന്നും ഒരു സുരക്ഷയില്ല. ഈ അടുത്ത കാലത്താണല്ലോ പിന്നെ ഒരു ചെറുപ്പക്കാരൻ, ഒരു BTech കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ATM കുത്തി തുറക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത്. അതിനു മുമ്പാണ് UP-യിൽ നിന്നുള്ള കൊള്ളക്കാരന്മാർ, ഹരിയാനയിൽ നിന്നുള്ള ഒരു സംഘം കൊള്ളക്കാർ വന്ന് വ്യാപകമായി ATM കവർച്ച നടത്തിയിട്ട് പോയത്. അപ്പോൾ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കുറവ്. ഈ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ പലയിടത്തുനിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. ബാങ്കുകൾ ഉള്ളിൽ പോലും തന്നെ പലരുമില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നത് 60-70 വയസ്സായ ഈ ഏജൻസികളിൽ നിന്ന് വിടുന്ന പാവങ്ങളെയാണ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവരെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പോലും, കാരണം പ്രോപ്പറായ ട്രെയിനിങ്ങോ പ്രോപ്പറായ ആയുധങ്ങളോ ഒന്നും ഇല്ലാതെ വന്നിരിക്കുന്ന പാവങ്ങളെയാണ് അവിടെയൊക്കെ നിർത്തുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു സംഭവമാണ്. കാരണം ഇതിനി കൂടാനേ സാധ്യതയുള്ളൂ, കുറയാനുള്ള ഒരു സാധ്യതയും കേരളത്തിൽ കാണുന്നില്ല. പലവിധ കാരണങ്ങൾ. കാരണം ഈ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്ന ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നു കൂടി കിടക്കുന്നിടത്ത് അവർക്ക് പോലും ജോലിയില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഇതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഭാഗ്യത്തിലാണ് പോലീസിന് വളരെ പെട്ടെന്ന് ഇത് തെളിയിക്കാൻ കഴിഞ്ഞത്. അതിനൊരു കാരണം ഈ CCTV ക്യാമറകളും 4 ദിവസത്തേക്ക് മുമ്പ് ഇയാൾ ആ ബാങ്കിൽ ചെന്ന് ഷോ കാണിച്ചതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ എളുപ്പത്തിൽ പിടിക്കാൻ കഴിഞ്ഞത്. പക്ഷേ എന്നാലും പോലീസിൻ്റെ ഒരു മികവ് തന്നെയാണ്, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയത്തുമില്ല.